ഭ്രാന്തമായിട്ടുള്ള പല കണ്ടുപിടുത്തങ്ങളും നമ്മളെ പല തരത്തിലുള്ള ഇന്നവേഷനുകളിലേക്കും നയിച്ചിട്ടുണ്ട്. അത്തരത്തിലൊരു പരീക്ഷണത്തിനോ അല്ലെങ്കിൽ അത്തരത്തിലൊരു കാര്യം ചെയ്യാൻ തുടങ്ങുകയാണ് നമ്മുടെ ഐസ്ലാൻഡുകാർ. വേറൊന്നുമല്ല, അഗ്നിപർവ്വതത്തിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാനുള്ള ഒരു പ്ലാനിങ്ങിലാണ് ഇപ്പോൾ ഐസ്ലാൻഡുകാർ ഉള്ളത്. അതായത് നമ്മുടെ ഈ തീ തുപ്പുന്ന അഗ്നിപർവ്വതങ്ങൾ പുതിയൊരു മേക്ക് ഓവറിലേക്ക് കടക്കുകയാണ്. അങ്ങനെ വൈദ്യുതിയിൽ തുടങ്ങി പുതിയ കാലങ്ങളിൽ അതിൽ നിന്ന് വജ്രങ്ങൾ വരെ ഖനനം ചെയ്തെടുക്കാമെന്നാണ് നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ വിശ്വസിക്കുന്നതും അവർ അങ്ങനെ വിശ്വസിക്കാനാണ് ഇഷ്ടപ്പെടുന്നതും. അഗ്നിപർവ്വത സ്ഫോടനങ്ങളെ ഭയങ്കര ഭീതിയോടെയാണ് മനുഷ്യർ കണ്ടിരുന്നത്. നമ്മളിപ്പോൾ കാണുന്നതും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ കുറച്ചു നാളുകൾക്ക് മുമ്പ് ഐസ്ലൻഡിൽ ഉണ്ടായിട്ടുള്ള ഒരു അഗ്നിപർവ്വത സ്ഫോടനമാണ് ഈ മാറ്റങ്ങൾക്ക് തുടക്കമിട്ടത്. ഒരു അഗ്നിപർവ്വതം പൊട്ടിയപ്പോൾ ലാവയും ജലവും ഐസും എല്ലാം കൂടെ ഒരുമിച്ച് പുറത്തു വന്നു ഒരു കാണാൻ വളരെ സുന്ദരമായ കാഴ്ചയായിട്ടുള്ള ഒരു അഗ്നിപർവ്വത സ്ഫോടനം. ജനങ്ങൾ ഇത് കണ്ട് രസിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ജനങ്ങൾ തിങ്ങിക്കൂടി. അവരെ പിരിച്ചുവിടാൻ പോലീസുകാർക്കും വരേണ്ടി വന്നു. അതെ, അഗ്നിപർവ്വതങ്ങളിൽ നിന്നും പേടിച്ചോടിക്കൊണ്ടിരുന്ന മനുഷ്യർ ഇപ്പോൾ അവ ഖനനം ചെയ്യാൻ തുടങ്ങുകയാണ്. അവർക്ക് സപ്പോർട്ടായിട്ട് എല്ലാം സുരക്ഷിതമാണെന്ന് ശാസ്ത്രജ്ഞന്മാർ ഉറപ്പും നൽകി കഴിഞ്ഞു. ഉത്തര ഐസ്ലൻഡിലെ ക്രാഫ്ല അഗ്നിപർവ്വതം, അവിടെയാണ് ഇപ്പോൾ നമ്മുടെ ഈ സയൻറ്റിസ്റ്റുകളൊക്കെ കണ്ണ് നോക്കിയിരിക്കുന്നത്. പലപ്പോഴും ഈ മഞ്ഞിൽ കുളിച്ചു നിൽക്കുന്ന ക്രാഫ്ലയുടെ അടിത്തട്ടിലൊരു രഹസ്യമുണ്ട്. നമ്മുടെ പ്ലേറ്റുകളുടെ ചലനം അവ ഐസ്ലൻഡിനെ പിരിച്ചുകൊണ്ടിരിക്കുകയാണ്. വടക്കൻ അമേരിക്കൻ പ്ലേറ്റും യൂറേഷ്യൻ പ്ലേറ്റും തമ്മിലുള്ള അതിർത്തിയാണ് ഈ ക്രാഫ്ല എന്ന് പറയുന്നത്. ഈ രണ്ട് പ്ലേറ്റുകളും അകന്നുകൊണ്ടിരിക്കുകയാണ്. 10 കിലോമീറ്റർ വ്യാസമുള്ള ഒരു മേഖല. ഇവിടെ 29 തവണയാണ് അഗ്നിപർവ്വത സ്ഫോടനമുണ്ടായത്. 1975-നും 1984-ൻ്റെയും ഇടയ്ക്ക് 9 അഗ്നിപർവ്വത സ്ഫോടനങ്ങളാണ് അവിടെ നടന്നിട്ടുള്ളത്. അവിടെ നിന്നാണ് ഈ ഐസ്ലൻഡ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങുന്നത്. അവിടെ ഏകദേശം ഭൂനിരപ്പിൽ നിന്നും ഒരു 3.5 കിലോമീറ്റർ താഴെയാണ് മാഗ്മ സ്ഥിതി ചെയ്യുന്നത്. അഗ്നിപർവ്വതം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ വരുന്ന തിളച്ചൊഴുകുന്ന ഒരു ലാവയാണ്. ശരിക്കും ഈ ലാവയും മാഗ്മയും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. മാഗ്മ എന്ന് പറയുന്നത് ഭൂമിക്ക് അടിയിലുള്ള ആ ഒരു അവസ്ഥയ്ക്കാണ് മാഗ്മ എന്ന് പറയുന്നത്. ഇത് ഭൂമിക്ക് ഉപരിതലത്തിൽ വന്നൊഴുകി നടക്കുമ്പോഴാണ് അതിനെ ലാവ എന്ന് പറയുന്നത്. മാഗ്മ എന്ന് പറയുന്നത് ഭൂമിക്കുള്ളിലെ തിളച്ചുമറിയുന്ന ചൂടുള്ള പാറയാണ്. ഈ പറയുന്ന മാഗ്മയുടെ താപനില എന്ന് പറയുന്നത് 1000 ഡിഗ്രി സെൽഷ്യസ് ആണ്. അത് സാധാരണയായിട്ട് ദ്രാവകമാകാം, അല്ലെങ്കിൽ അർദ്ധ ദ്രാവകവും ആകാം. അപ്പോൾ ഈ ശാസ്ത്രജ്ഞന്മാർ ലക്ഷ്യമിടുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്രാഫ്ലയുടെ മാഗ്മ ലക്ഷ്യം കണ്ടുകൊണ്ട് ഒരു കുഴി കുഴിക്കാനാണ് ശാസ്ത്രജ്ഞന്മാർ ആദ്യമായിട്ട് ലക്ഷ്യമിടുന്നത്. ഈ മാഗ്മയിൽ എത്തുമ്പോൾ അവിടുത്തെ താപനില ഏകദേശം 1300 ഡിഗ്രി സെൽഷ്യസ് ആണ്. കൊടും ചൂടും മർദ്ദവുമുള്ള ഈ ഒരു മേഖലയിലേക്ക് കുഴി കുഴിച്ച് ചെല്ലുമ്പോൾ ഒരു ബലൂണിന്റെ മേളിൽ സൂചി കൊണ്ട് കുത്തുമ്പോൾ ഉണ്ടാകുന്ന സ്ഫോടനം പോലെ സ്ഫോടനം ഉണ്ടാവില്ലേ എന്നിട്ടാണ് ആൾക്കാരുടെ സംശയം. പക്ഷെ സയന്റിസ്റ്റുകൾ ഇതിനൊന്നും, അല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാർ ഇതൊന്നും പേടിക്കണ്ട എന്നുള്ള ആ ഒരു നിഗമനത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. 2026-ൽ ഈ ഒരു പദ്ധതി തുടങ്ങുമെന്നാണ് ഐസ്ലൻഡിന്റെ സർക്കാരും ഇതുവരെ വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ വൈദ്യുതി ഉണ്ടാക്കാനുള്ള പദ്ധതിയുടെ ഒരു രൂപരേഖ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു തിയറി എന്ന് പറയുന്നത്, മുകൾത്തട്ടിലുള്ള പാറയിലേക്ക്, അതായത് ചൂടുള്ള പാറയിലേക്ക് ഒരു കുഴൽ വഴി വെള്ളം കടത്തിവിട്ട് മാഗ്മയായി ബന്ധിപ്പിക്കുന്ന കുഴലിലൂടെ നീരാവി പുറത്തെടുത്ത് അത് ശേഖരിച്ച് ഊർജം ഉൽപ്പാദിപ്പിക്കുക. ഇതാണ് പദ്ധതി. നമുക്ക് കേൾക്കുമ്പോൾ അത്ര എളുപ്പമാണെങ്കിലും പക്ഷെ കേൾക്കുന്ന പോലെ എളുപ്പമുള്ള ഒരു പരിപാടിയല്ല എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. പക്ഷേ ഈ താപത്തിൻ്റെ സഹായത്തോടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ആദ്യത്തെ പ്രക്രിയയൊന്നുമല്ല എന്നും ശാസ്ത്രജ്ഞന്മാർ ഈ പേടിപ്പിക്കുന്ന ആൾക്കാരെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അവരുടെ തന്നെ സ്വന്തം മാതൃകയായിട്ടാണ് ഐസ്ലൻഡ് ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത്. ഓൾറെഡി അവർ ഭൂമിയുടെ ഈ താപനിലയിൽ നിന്നും ഊർജ്ജമുണ്ടാക്കുന്ന പരിപാടികൾ ചെയ്യുന്നുണ്ട്. ചൂടുള്ള പാറകളിൽ കുഴിയെടുത്തിട്ട് അതിൽ നിന്നുമാണ് നീരാവി അവർ സംഭരിച്ച് ആ നീരാവി ശേഖരിച്ച് ഊർജം ഉൽപ്പാദിപ്പിക്കുന്നു. ക്രാഫ്ലയിൽ ഐസ്ലാൻഡിലെ പ്രധാന ഊർജ കമ്പനിക്ക് അവിടെ ഏകദേശം 33 കിണറുകൾ ഇതുവരെ നിലവിലുണ്ട്. പക്ഷേ ഈ കിണറുകളൊന്നും മാഗ്മ വരെ എത്താത്തത് കൊണ്ട് തന്നെ വരുന്ന നീരാവിക്ക് പവറും കുറവാണ്. ഇങ്ങനെ ശേഖരിക്കുന്ന ഈ പവർ കുറഞ്ഞ നീരാവി അവർക്ക് വേണ്ട വിധത്തിലുള്ള ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിന് തികയുന്നില്ല, അല്ലെങ്കിൽ പറ്റുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അവർ മാഗ്മയെ ലക്ഷ്യമിടാൻ തുടങ്ങിയത്. ഫോസിൽ ഇന്ധനത്തെക്കാൾ താപനില ഈ മാഗ്മയിൽ നിന്ന് വരുന്ന
നീരാവിക്കുണ്ട് എന്നുള്ളതാണ് ഈ ഈ ഒരു കാരണത്തിലേക്ക് തിരിയാനുള്ള പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. ഏറ്റവും ആദ്യമായി അവർ എടുത്ത ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ മാഗ്മയിൽ തൊടുമ്പോൾ ഈ ഡ്രില്ലിൻ്റെ ഉപകരണങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുമോ എന്നുള്ളതാണ്. 2009 തന്നെ ഈ ഒരു പരീക്ഷണം ഐസ്ലാൻഡുകാർ നടത്തിയിരുന്നു. ഡീപ്പ് ഡ്രില്ലിംഗ് പ്രോജക്റ്റിന്റെ ഭാഗമായി മാഗ്മയിലേക്ക് അവർ ഒരു കമ്പി കടത്തിവിടുകയും 2100 മീറ്റർ ആഴമെത്തിയപ്പോൾ അവർക്ക് ആ ഡ്രില്ലിംഗ് നിർത്തേണ്ടതായിട്ടും വന്നു. പദ്ധതി നിന്നുപോയെങ്കിലും അവരുടെ പ്രതീക്ഷകളൊന്നും അവസാനിച്ചില്ലായിരുന്നു. ഒരു സ്ഫോടനം ഉണ്ടാകാതെ എങ്ങനെ ഈ മാഗ്മയെ സ്പർശിക്കാം, ഇതായിരുന്നു അവരുടെ അടുത്ത പരീക്ഷണം. ആഴത്തിലെ കൊടും ചൂടിൽ ജീവിക്കാൻ കഴിയുന്ന ഉപകരണങ്ങൾ ഉണ്ടാക്കിയാൽ ഇത് വളരെ എളുപ്പമാകുമെന്നാണ് ശാസ്ത്രജ്ഞന്മാർ കരുതുന്നത്. 2009 അപേക്ഷിച്ച് സാങ്കേതിക വിദ്യകൾ കൂടുതൽ മികവ് വന്നതോടെ 2026 കൂടി ഈ ഒരു പരീക്ഷണങ്ങൾ തുടരാമെന്നാണ് ശാസ്ത്രജ്ഞന്മാരും ഗവൺമെന്റും ഒരുപോലെ കരുതുന്നത്. ഈ ഒരു ഊർജോൽപാദനം എത്തി നിൽക്കുന്നത് അവസാനം ശാസ്ത്രജ്ഞർക്ക് വജ്രങ്ങൾ ശേഖരിക്കുന്ന ആ ഒരു കാര്യത്തിലും കൂടിയാണ്. അതായത് ഭൂമിയുടെ മാന്റിലിന്റെ ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 150 കിലോമീറ്റർ ഉയരത്തിലാണ് വജ്രങ്ങൾ രൂപം കൊള്ളുന്നത്. അവിടെ ഏറ്റവും കുറഞ്ഞ താപനില എന്ന് പറയുന്നത് 1050°C ആയിരിക്കും. ഒരു കാർബണിന് വജ്രമായിട്ട് രൂപം മാറ്റം സംഭവിക്കുവാൻ വേണ്ടി ഉയർന്ന താപനില, ഉയർന്ന മർദ്ദം ഇവയെല്ലാം ആവശ്യമാണ്. ഭൂമിയുടെ മാന്റിലിൽ ഈ ഘടകങ്ങളെല്ലാം ഒത്തുചേരുന്നു. അഗ്നിപർവ്വത പ്രവർത്തനങ്ങളും വജ്രത്തിന്റെ രൂപീകരണത്തിന് കാരണമാകുന്നു. പ്രകൃതിയിൽ വജ്രം ഉണ്ടാകാൻ വേണ്ടി ലക്ഷക്കണക്കിന് വർഷങ്ങൾ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അത് പുറത്തെത്തുവാൻ അതിൽ കൂടുതൽ വർഷങ്ങൾ ആവശ്യം വരുന്നുണ്ട്. ഇങ്ങനെ മാന്റിലിൽ ക്രിയേറ്റ് ആവുന്ന ഈ ഒരു വജ്രം എങ്ങനെയാണ് ഭൂമിക്ക് പുറത്തെത്തുന്നത്, അത് ശാസ്ത്രജ്ഞന്മാർക്ക് അറിയേണ്ടുന്ന ഒരു വലിയ കാര്യമായിരുന്നു. മാഗ്മയിൽ നിന്ന് രൂപം കൊള്ളുന്ന കിംബർലൈറ്റ് പാറകളിലാണ് പ്രധാനമായും വജ്രങ്ങൾ കാണപ്പെടുന്നത്. ഒരു അഗ്നിപർവ്വത സ്ഫോടനം നടക്കുമ്പോൾ ലാവയും വജ്രങ്ങളും ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് വരുന്നു. റഷ്യ, കാനഡ, ഓസ്ട്രേലിയ, ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും ലഭിക്കുന്ന ഈ ഒരു വജ്രങ്ങൾ ഇത്തരത്തിൽ രൂപം കൊണ്ടവയും ഇത്തരത്തിൽ പുറത്തെത്തിയവയുമാണ്. നദിയുടെ തീരങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വജ്രങ്ങളുമുണ്ട്. അതായത് കടലും നദിയും ചേരുന്ന ആ ഒരു ഭാഗത്ത് വജ്രം ഒരുപാട് ലഭിക്കുന്നുണ്ട്. അവയുടെ ഉത്ഭവവും ഇതുപോലെ തന്നെ കിംബർലൈറ്റ് പാറകളിൽ നിന്നുമാണ്. വെള്ളം ഒഴുകുന്നത് മൂലം കിംബർലൈറ്റ് പാറകൾ പൊടിയുന്നതാണ് വജ്രങ്ങൾ പുറത്തു വരാൻ കാരണം. ഇങ്ങനെ വേർതിരിയുന്ന വജ്രത്തെ വെള്ളം ഒഴുക്കിക്കൊണ്ടു പോകുന്നു. ബ്രസീൽ, വെനിസ്വേല, നമീബിയ ഈ ഭാഗങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വജ്രങ്ങൾ ഇങ്ങനെ ഉണ്ടാകുന്നവയാണ്. താരതമ്യേന ഗുണനിലവാരവും കൂടുതലായിരിക്കും. അതുമാത്രമല്ല, ബഹിരാകാശത്ത് രൂപം കൊള്ളുന്ന വജ്രം ഉൽക്കകളിലൂടെയും മറ്റും ഭൂമിയിൽ എത്തിപ്പെടുന്നുണ്ട്.